പെട്ടടേ പെട്ട്, ഇടവേള ബാബു പെട്ട്. ശരീരം വേണമെന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിയ്ക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം. 1.5 ലക്ഷം രൂപ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ. എന്തൊരു ബാബുണ്ണ ഇത്? വളരെ മോശമല്ല ബാബുണ്ണ. ഈ അമ്മയെ സംഘടനയിലൊക്കെ കയറണം. ഈ 1.5 ലക്ഷം രൂപയ്ക്ക് പകരം അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് ഇത്? ബാബു ഇതിന്റെ ഒരു ചെറിയൊരു കണ്ണി മാത്രമാണ്. അമ്മമ്മ ടീമുകളൊക്കെ ഉണ്ട്. ഈ ബാബുണ്ണ ഇതാന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ഇത്രയും നാളിരുന്നത് 10-50 ചില്ലറ വയസ്സില്ലാണ്. എന്നിട്ട് കല്യാണം കഴിക്കാതിരുന്ന ഇതാണോ കാരണം? നിങ്ങൾ വേറെ കാര്യം ഇവര് ബലമായിട്ട് പിടിച്ച് അങ്ങനൊന്നും ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ലല്ലോ. അത് ബാബുണ്ണല്ല തെറ്റ്. ഇപ്പോഴാണ് ഇവിടന്മാരൊക്കെ ഇത് പുറത്താക്കുന്നത്. അങ്ങനെ കൂടെ ചിന്തിച്ചാൽ നല്ലതാണ്. പല ഗണേശ്, മുകേഷ്, രതീഷ്, സതീഷ്, ഇത്രയും കാമക്കഴുകന്മാർ ഇതിനകത്തുണ്ടോ? അത് കാമക്കഴുകൻ. ആണുങ്ങളെ നീ അടച്ചാശരിക്കരുത്. ഈ പെണ്ണുങ്ങള് സമ്മതിച്ചിട്ടാണോ ഈ ആണുങ്ങളെ ഇനി കാമക്കണ്ണൻ അല്ല കാമക്കഴുതകൾ എന്താ നീ പറഞ്ഞേ? കാമക്കഴുകൻ എന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് ഇവളുമാർ ഇതും കൊണ്ട് പൊക്കിക്കൊണ്ട് ഞാൻ പറയാൻ വന്നേ. ഇപ്പൊ തുടങ്ങിയാണോ ഈ പരിപാടി? അല്ലല്ലോ, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 10-25 വർഷം മുമ്പേ ഉള്ള പരിപാടിയായത്. പക്ഷെ ഇത് സിനിമയിൽ മാത്രമല്ല, എല്ലാ പ്രസ്ഥാനത്തിലുണ്ട്. ഇത് ആദ്യം ഇങ്ങനൊരു ഇത് സംഭവിക്കുമ്പം ആരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇത് പിന്നെ എപ്പോഴെങ്കിലും പ്രതികരിക്കും. അപ്പൊ അവസരം കുറഞ്ഞപ്പോഴത്തേന് ഇതൊരു മുതലാളിത്ത കുത്തക ആയപ്പോഴത്തേന് ഇവളുമാർക്ക് അവസരം കുറഞ്ഞു. അപ്പോഴത്തേന് പുതിയൊരു ഐഡിയ ആയിട്ട് വന്നപ്പം ഇവര് മറ്റേ ന്യൂസിലും പിന്നെ പല രംഗത്ത് ഇവരെ പ്രത്യക്ഷപ്പെടുമല്ലോ. ഇപ്പൊ ഇവർക്ക് വീണ്ടും അടുത്ത അവസരങ്ങളൊക്കെ വരുമല്ലോ. അതൊക്കെ വെറും തോന്നലുകളാണ്. പക്ഷെ ഇതുവരെ കിടന്നു കൊടുത്തതിനെ ഒരു പ്രശ്നമില്ല. അതെ, എന്തോ സംഭവിച്ചു. ഇപ്പം ഒരു ഹേമ കമ്മിറ്റി ഇത് ഇതൊക്കെ റിപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു കളികളാണ് എന്നേ നമുക്ക് പറയാൻ പറ്റത്തില്ല. വലിയ വമ്പന്മാര് കൊടുക്കും, മന്ത്രിമാര് വരെ രാജിവെക്കേണ്ട അവസ്ഥ വരുമില്ലേ? പിന്നെ ഗണേശ്, മുകേഷ്, സതീഷ്, രതീഷ്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് ഇപ്പൊ ഇത് കൊണ്ടുവരാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ കുറച്ച് നാളായിട്ട് 2-3 ആഴ്ചയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മറച്ചു. മുല്ലപ്പെരിയാർ ഇപ്പൊ എല്ലാവരും മുല്ലപ്പെരിയാർ താങ്ങിക്കൊണ്ടുവരും. അവിടെ സമരം നടത്താൻ പോകുന്നുണ്ട് ആൾക്കാർ. അപ്പൊ മുല്ലപ്പെരിയാർ എമർജൻസി ആയിട്ട് അത് എന്തെങ്കിലും ഇടപെടണം. പിന്നെ ഈ വയനാട്ടിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ആ ഒരു പ്രശ്നം, പിന്നെ ഇനി ഓണക്കിറ്റ്, പെൻഷൻ, ബോണസ്, അത് ഇത് എല്ലാം മറക്കണ്ടേ. അപ്പം വേറെ ന്യൂസുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു വിടണ്ടേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തിനാ ഈ സിനിമക്കാരെ പൈസ മേടിച്ച ഇത്രയും പൈസ കോടിക്കണക്കിന് രൂപ മേടിച്ചില്ല? അത് ദുരിതാശ്വാസത്തിലല്ലേ? ആ ദുരിതാശ്വാസത്തില് ഇപ്പൊ നേരത്തെ ഈ റിപ്പോർട്ട് പുറത്തു വിട്ടിരുന്നെങ്കിൽ ഇവര് ദുരിതാശ്വാസത്തിൽ പൈസ കൊടുക്കത്തില്ലായിരുന്നു. ഇത്രയും പൈസ ഒന്നും വീഴത്തില്ലായിരുന്നു. ഇപ്പൊ ഇവര് പൈസ കൊടുത്ത ശേഷം ഇത് പുറത്തു വിട്ടുകയും ചെയ്ത് ഇതിന് മുമ്പ് ഇത് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അത്രയും പൈസ ദുരിതാശ്വാസത്തിലേക്ക് നടന്മാരെ കൊണ്ട് വാരി എറിഞ്ഞത്. പക്ഷെ പണി പാളിപ്പോയി. പക്ഷെ മമ്മൂട്ടി പറയുന്നത് മമ്മൂട്ടി ഇതിനകത്തൊന്നും ഇല്ലെന്നാ പറയുന്നത്. മമ്മൂട്ടിയില്ല, മമ്മൂട്ടിയുടെ മകനും ഇതിനകത്തില്ലെന്നൊക്കെയാ പറയുന്നത്. അത് ചിലപ്പോൾ സത്യമായിരിക്കാം. പക്ഷെ ഓരോ നടന്മാരും വന്ന് അങ്ങനെ പറയും, ഞങ്ങളില്ല. ഈ 15 അംഗ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരെ ഈ 15 അംഗം? ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് മുകേഷ്, ഗണേശ്, പിന്നെ മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ അങ്ങനെയുള്ള കുറെ താരം. ഈ 15 അംഗ ഇതെന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമുള്ള കാര്യമല്ലല്ലോ. 15 അംഗ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിപ്പോ ഏത് ഫീൽഡിലും ഉണ്ടാവുമല്ലോ. ഒരു കോർഡിനേറ്റർ കണക്ക് കുറെ പേരുണ്ടാവും. എന്തൊരു കാരണം അവർ മുതിർന്ന ആൾക്കാരല്ലേ. അതുണ്ടായിക്കോട്ടെ. ഈ അഡ്ജസ്റ്റ്മെന്റ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് എന്തിനാ? അതൊക്കെ വളരെ മോശമുള്ള കാര്യമല്ലേ. അതിപ്പോ എല്ലായിടത്തും ഉള്ളതാണ് ഇതൊക്കെ. ഈ അഡ്ജസ്റ്റ്മെന്റും ഈ ആണായും പെണ്ണായും ജനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ്. എങ്കിലും ഇതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ നടക്കുന്നതാണ്. പണ്ട് പലരും പറഞ്ഞിട്ടുള്ളതാണ്. അത് കണക്ക് തന്നെ ഈ സിനിമാ ഫീൽഡിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അത് എത്രയോ വട്ടം ന്യൂസ് ആയതാ. എന്തുകൊണ്ട് അതിനിപ്പോഴും പല അന്വേഷണങ്ങളും എല്ലാ സെറ്റിലും അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞിട്ട് എങ്ങും അന്വേഷണവും കാര്യങ്ങളൊന്നും 2019 സമർപ്പിച്ച റിപ്പോർട്ടാണ്. അതെ, 2017 മറ്റേ പ്രശ്നം നടന്ന ശേഷം ഹേമ കമ്മിറ്റി രൂപീകരിച്ചാണ്. പക്ഷെ ഇതിപ്പം കുത്തി പൊക്കിയിട്ടും എന്തുകൊണ്ട് സർക്കാരെ പേര് പറയുന്നില്ല, വ്യക്തമാക്കുന്നില്ല? അപ്പം പണമാണ് നിങ്ങൾക്ക് മുഖ്യം അല്ലേ? പണം. അതെ. ഈ ഇടവേള ബാബുണ്ണന്റെ ഇത് പറഞ്ഞപ്പോഴേ പഴയ പുള്ളിയുടെ ഒരു സിനിമയുടെ സീൻ ഓർമ്മ വന്നു. അതൊന്ന് കണ്ടിട്ട് ഫോട്ടോ എടുക്കല്ലേ, പാർട്ടി അറിഞ്ഞാ സസ്പെൻഡ് ചെയ്യും. ഞാൻ ഫോട്ടോ എടുക്കും. മാത്യു ചേട്ടനെ ഈ രൂപത്തിൽ കാണാൻ എന്ത് ഭംഗിയാന്നറിയാമോ? നാറ്റിക്കരുത്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് പ്ലീസ്. ബെസ്റ്റ്. ഇനിയിപ്പം മറ്റേ ഗണേശും മുകേഷൊക്കെ മറ്റേ സിനിമയ്ക്കകത്ത് കണ്ടപടി ഓടുന്ന കണക്കൊക്കെ അതിനകത്ത് വരും ഉടനെ വരും. ശരിക്കും ഞെട്ടി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഞെട്ടിക്കാൻ, പ്രത്യേകിച്ച് സുന്ദരികളായ പെൺകുട്ടികളെ.
കൊടുങ്കാറ്റിനെ പോലെ തിരമാലകളെ പോലെ പ്രണയിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തോ മീരെ കണ്ടപ്പോ എന്റെ അടിവയറ്റിൽ നിന്നൊരു ആന്തൽ, ഒരു പ്രകമ്പനം. ഉടനെ പലരുടെ മന്ത്രിസ്ഥാനം പോവും, അതൊക്കെ ചെയ്യാൻ സാധ്യത ഏറെയാണ്. ഇനി പല ട്രോളുകളും ഇറങ്ങും. വേറെ കാര്യം വെച്ചാൽ ഇപ്പൊ ഈ പെണ്ണ് വന്നിങ്ങോട്ട് വന്ന ഈ ഇടവേള ബാബുവിന്റെ പേര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇടവേള ബാബുവിനെതിരെ തെളിവൊന്നുമില്ല. പക്ഷെ എന്ന് കരുതി കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, കേസെടുത്തിട്ട് അന്വേഷിക്കണം. അതാണ് വേണ്ടത്. ഇതിപ്പോ ആർക്കെതിരെ ആര് തെളിവ് കൊണ്ടുവന്നാലും അത് കേസെടുത്ത് അന്വേഷിക്കണം. സത്യമാണോ ഇല്ലയോ, ഇനി അയാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുവാന്നെല്ലാം അറിയണ്ടേ? പിന്നെ അതറിയണം. വ്യക്തിപരമായിട്ട് 6 പേർക്കും ആർക്കും വേണം പരാതി കൊടുക്കാം. പിന്നെ ആർക്കും എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അപ്പം ഇതൊക്കെ നേരത്തെ പണ്ട് പോലെ നടക്കുന്നതാ. അവസരം വന്നപ്പം എടുത്ത് പൊക്കി വെച്ച ആര്? നമ്മുടെ സർക്കാർ. അത് തന്നെ, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും അന്വേഷിക്കുക, ആരൊക്കെ കുടുങ്ങും നമുക്കറിയാം. അപ്പം കുടുങ്ങട്ടെ, ഓരോരുത്തരും കുടുങ്ങട്ടെ. നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. എങ്കിലും 95% ഇങ്ങനെ തന്നെ ആണ്. മാത്രമല്ല കുറ്റം. ശരി.